പുൽപ്പള്ളിയിൽ കാറിന് തീപിടിച്ച് 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ അപകട കാരണം പരിശോധിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കാറിലെ പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടോറിന് മുകളിലേക്ക് ഇന്ധനം വീണതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. വാഹനം സ്റ്റാർട്ടാക്കിയപ്പോൾ സ്പാർക്ക് ഉണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. അതേസമയം അപകടത്തിൽ മരിച്ച 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം പിന്നീട് തീരുമാനിക്കും. പുൽപ്പള്ളിയിൽ നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കത്തിയ സംഭവത്തിൽ കാറിനുള്ളിൽ കയറുമ്പോൾ തന്നെ പെട്രോളിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നാണ് മൂത്ത മകൾ നൽകിയ മൊഴി. ഇതിനെ സാധൂകരിക്കുന്ന നിഗമനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത്. 2002 മോഡൽ കാറാണ് കത്തിയത്. ഏറെ നാളായി ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു കാർ. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പ് ചെയ്യുന്ന പമ്പിൽ നിന്ന് ചോർച്ച ഉണ്ടായിരിക്കാമെന്നും അത് സ്റ്റാർട്ടിംഗ് മോട്ടോറിൽ വീണതായിരിക്കാം അപകടത്തിന് കാരണമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശത്തെ ടയറുകളും ഇന്ധന ടാങ്കുമടക്കം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കാറിൽ നിന്നുള്ള സാമ്പിളുകൾ ഫോറൻസിക് സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി പുറത്തു വന്നതിന് ശേഷമേ കൂടുതൽ വിവരം വ്യക്തമാകൂ. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്നും പരിശോധിക്കും. അപകടത്തിൽ മരിച്ച 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എംലീന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീടായിരിക്കും തീരുമാനിക്കുക. അതേസമയം കുട്ടികളുടെ സംസ്കാരത്തിനായുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. സംസ്കാരത്തിനുള്ള എല്ലാ ചെലവും ഗവൺമെൻറ് വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ റവന്യൂ മിനിസ്റ്ററായിട്ട് വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ കളക്ടർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൽ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അവർ ചടങ്ങ് പ്രകാരം മാറ്റി. അമ്മയ്ക്കൊന്നും ബോധമായ ശേഷമേ കുട്ടികളിൽ നിന്ന് ഒരു ബോധമായ ശേഷമേ അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. പറ്റുകയാണെങ്കിൽ അമ്മയ്ക്കൊന്ന് കാണാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. അപകടത്തിൽ പൊള്ളലേറ്റ കുട്ടികളുടെ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. എങ്കിലും കുട്ടി അപകടനില തരണം ചെയ്തു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇരുവരും ചികിത്സയിൽ തുടരുന്നത്. ജനം, പാലക്കാട്.